ഇനിയും നീ വീട്ടിൽ നിന്നാൽ നടക്കാൻ പോകുന്ന എന്റെ മകന്റെ കല്യാണത്തിന് അത് വലിയൊരു തടസ്സവും. ഇറങ്ങിപ്പോ. നീ പറയുന്ന കള്ളങ്ങൾ കേട്ട് ഇവിടുന്ന് നീ കരഞ്ഞു കാണിക്കുന്നത് കണ്ട് അറപ്പാ തോന്നുന്നത്. ഇവിടുന്ന് പോ അവനി. ചെറിയമ്മേ, ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള സമയത്തല്ലേ ചെറിയമ്മ ബാഗൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരാറ്? അല്ലാന്നുണ്ടെങ്കിൽ ബാഗും കൊണ്ട് വരാറില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കഴുത്തിലുള്ള താലി അബദ്ധത്തിൽ പോലും ആരുടെയും കണ്ണിൽ പെടാതിരിക്കാൻ മറച്ചുകൊണ്ട് നടന്നവളാ. ഇന്നതിങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുന്ന എന്താ? ഇന്നെന്റെ താലി എല്ലാവരും കണ്ടു ചേച്ചി. അമ്പലത്തിൽ വെച്ച് അനിയത്തിയുടെ താലിക്കാര്യം അറിയിക്കണം, കല്യാണക്കാര്യം അറിയിക്കണം എന്നൊക്കെ കരുതിയിരുന്നില്ല ചേച്ചി. നിങ്ങൾ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചു. ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ നിങ്ങൾക്കെതിരെ നിന്നു. അതേ ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച താലി എല്ലാവരും കണ്ടു. കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ കല്യാണം നീ വീണ്ടും എങ്ങനെ നടത്തും? ഒരാളുടെ കഴുത്തിൽ താലി കെട്ടാനുണ്ട്, മറ്റൊരാളുടെ കഴുത്തിൽ താലി പണ്ടേ കെട്ടിയതാ. താലി കെട്ടിയത് ആരാണെന്ന് അറിയാൻ എല്ലാവരും പല വിധത്തിൽ ചോദിച്ചു. അതോടെ ഏട്ടനെ കുറിച്ച് എനിക്ക് പറയേണ്ടി വന്നു. എന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയത് ശ്രീകരേട്ടനാ. കള്ളവാണ് ഇവള് പറയുന്നത്, പച്ച കള്ളവാ. ഞാൻ ഈ താലി ഒന്നും കെട്ടിയിട്ടില്ല, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടുമില്ല. നിന്റെ ഈ ചതി ഇനിയും ഞാൻ നോക്കി നിൽക്കില്ല. ഈ വിശ്വാസവഞ്ചന ഇനിയും ഞാൻ സഹിക്കില്ല. ഇറങ്ങി പോകുന്നുണ്ടോ? താലി എല്ലാവരും കണ്ടു, എന്നെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞു. ഓർമ്മ നഷ്ടപ്പെട്ട എന്റെ ഭർത്താവ് എല്ലാവരോടൊപ്പം ചേർന്ന് എന്നെ എന്തൊക്കെയോ പറഞ്ഞു ചേച്ചി. താലി പുറത്ത് കാണുന്ന ദിവസം എനിക്ക് നീതി കിട്ടുമെന്ന് ഞാൻ കരുതിയിരുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ശ്രീകറിന്റെ നിഹാരികയുടെ കല്യാണത്തിന് ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ. അവന്റെ താലി കഴുത്തിലുള്ള നീ അവളെ താലി കെട്ടുന്നതിന് മുമ്പേ നീ ഇങ്ങോട്ട് പോന്നു. ഇനി നിന്റെ അവസ്ഥ എന്തായിരിക്കും? താലി പുറത്തു കാണുന്ന ദിവസം നിന്നെ ആ വീട്ടിലെ മരുമകളായിട്ട് അവർ അംഗീകരിക്കുമെന്ന് കരുതി എത്ര സ്വപ്നം കണ്ടു. അവസാനം നിന്റെ അവസ്ഥ ഇതാണോ? എന്ത് കഷ്ടം ഈശ്വര ഇത്. ഈ കാര്യത്തിൽ നിനക്ക് നീതി ലഭിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നീ എന്റെ കൂടെ വാ. എങ്ങോട്ടാ ചേച്ചി? പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസ് സ്റ്റേഷനിലേക്കോ? എന്തിനാ ചേച്ചി? ആ കുടുംബത്തിനെ മൊത്തത്തില് ജയിലിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിട്ട് തന്നെ. എന്താ ചേച്ചി നിങ്ങൾ പറയുന്നേ? വിവരമുണ്ടോ നിനക്ക്? അവർക്ക് ഒരു ദോഷവും വരരുതെന്ന് വിചാരിച്ച് നീ ഇങ്ങനെ നിന്നോണ്ടിരുന്നാലേ നിന്റെ ജീവിതമായിരിക്കും നശിച്ചു പോകുന്നത്. നീ ഇത്രയും നാള് സഹിച്ച ത്യാഗങ്ങളൊക്കെ മതി, അനുഭവിച്ചതൊക്കെ മതി. നിന്നെ ഇങ്ങനെ റോഡിലേക്ക് ഇറക്കി വിട്ടവരെ നടു തെരുവിൽ നിർത്താതെ വിടില്ല ഞാൻ. നീ എന്റെ കൂടെ വാ. ചേച്ചി, ഏട്ടൻ ഓർമ്മ തിരിച്ചു കിട്ടാത്ത അത്രയും കാലം നമ്മൾ എങ്ങോട്ട് പോയാലും നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല ചേച്ചി. ചെറിയച്ഛന് ഓർമ്മയൊന്നും തിരിച്ചു കിട്ടാത്തത് കൊണ്ടല്ലേ ചെറിയമ്മയെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞേ? എന്നാ ഞാനൊരു കാര്യം ചെയ്യട്ടെ ചെറിയമ്മേ? മുക്കുത്തി കാണാതെ പോയ അന്നത്തെ ദിവസം ചെറിയമ്മയെ രക്ഷിക്കാൻ വേണ്ടി അമ്മയുടെ വേഷമൊക്കെ ധരിച്ച് ആ നിഹാരികാന്റെ പേടിപ്പിച്ചതുപോലെ ഇനി ഒരിക്കൽ കൂടി അമ്മയുടെ വേഷത്തിൽ ചെന്ന് എല്ലാരെയും പേടിപ്പിച്ചാലോ?
പ്രത്യേകിച്ച് ചെറിയച്ഛനെ. ചെറിയച്ഛന് ചെറിയമ്മ ഓർമ്മ വരുന്ന പോലെ ചെയ്യാം. അപ്പൊ ചെറിയച്ഛൻ ചെറിയമ്മയുടെ അടുത്ത് വന്ന് നീയാണ് എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ചെറിയമ്മ വീട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ചെയ്തു നോക്കിയാലോ? പറ ചെറിയമ്മ, ചെറിയമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നീ അമ്മയുടെ വേഷത്തിൽ അങ്ങോട്ട് പോയാലെന്നല്ല, ശരിക്കുള്ള അമ്മ വന്ന് കാര്യങ്ങൾ പറഞ്ഞാലും ആ വീട്ടിൽ ഒരാളും വിശ്വസിക്കാൻ പോകുന്നില്ല. നിന്റെ ചെറിയമ്മ അങ്ങനെ ഒരു അവസ്ഥയിലുള്ളത്. നിങ്ങൾ ആരും ഇപ്പൊ എന്നെ കുറിച്ച് ആലോചിക്കണ്ട. ഇനി 3 ദിവസം സമയമുണ്ട്. അതിനുള്ളിൽ എന്ത് വേണേലും സംഭവിക്കാം. മാസങ്ങളോളം സമയം കിട്ടിയിട്ട് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. 3 ദിവസം കൊണ്ട് നീ എന്ത് ചെയ്യാനാ? നിന്റെ ധൈര്യം കൊണ്ട് പേടിക്കണോ സന്തോഷിക്കണോ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ചെയ്യാനുള്ളത് ഞാൻ ചെയ്തോളാം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. എന്റെ വിശ്വാസം വെറുതെ ആവില്ല. ഞാൻ ആവനിയാണ്. നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി ഞാനിപ്പോ വിളിച്ചത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. എന്റെ ഭർത്താവിനെ എനിക്ക് എങ്ങനെ നഷ്ടപ്പെടുമെന്ന് എനിക്കൊന്നറിയണം. വന്ന സമയം തൊട്ട് വളരെ സീരിയസ് ആയിട്ട് അതേ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുന്നത്. നമ്മളെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. വീട്ടിലാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. ഇവൻ എപ്പ എങ്ങനെ പെരുമാറുമെന്ന് മനസ്സിലാവുന്നേയില്ല. ഒറ്റയടിക്ക് ആറ്റവും മുമ്പ് പൊട്ടുന്ന പോലെ പൊട്ടു അവൻ. എന്റെ ഈശ്വര, എന്തൊരപമാനമായത്! എന്ത് നരകയാതനയായത്! ദുബായിൽ നിന്നും ഇന്ത്യയിലേക്ക് ഞാൻ എന്തിനു വരണം? പക്ഷേ വന്നില്ലേ? അവണിയെ ഞാൻ കാണേണ്ട കാര്യം എന്താ? എന്നിട്ടും കണ്ടില്ലേ? അവളെ കല്യാണം കഴിക്കണമെന്ന് എന്തിനാ ആഗ്രഹിച്ചത്? ആഗ്രഹിച്ചല്ലോ. അവളുടെ കല്യാണം കഴിഞ്ഞതാണെന്ന് എന്തുകൊണ്ട് ഇത്രയും കാലം അറിഞ്ഞില്ല? ഇപ്പൊ അറിഞ്ഞല്ലോ. എന്റെ മനസ്സ് അഗ്നികുണ്ഡം പോലെ കത്തി എരിയുന്നതെന്തിനാ? എരിയുന്നുണ്ടല്ലോ. എന്നിട്ടും എന്തിനാ ഞാൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? അനിയ, നിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. നീ അവനെയെ കുറിച്ച് മറന്നേക്ക്. നിന്റെ ഈ സൗന്ദര്യത്തിനും കാശിനും അവനെ പോലെ ധാരാളം പേരെ കിട്ടില്ലേ? അവണിയെ പോലെയുള്ളവരെ കിട്ടുമായിരിക്കും. അതവളാവില്ലല്ലോ. ഇനിയിപ്പോ അവളെ മറക്കുന്നില്ല അളിയാ. ഏറ്റവും നല്ല കാര്യം. അമ്മോ, എത്ര സിമ്പിളായിട്ടാ പറഞ്ഞതളിയാ. നിങ്ങൾ ഇത്ര ധൈര്യത്തോടെ എന്നോട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ഞാൻ പറയട്ടെ. അവനിയുടെ കല്യാണം കഴിഞ്ഞ കാര്യം അറിഞ്ഞിട്ട് പോലും ഞാൻ കത്തിയെടുത്ത് നിങ്ങളുടെ കഴുത്തറുത്തില്ല, തോക്കെടുത്ത് നിങ്ങളുടെ തലയിൽ ബുള്ളറ്റ് ഇറക്കിയില്ല. അതല്ലേ നിങ്ങളുടെ ധൈര്യം? അതൊന്നും അല്ല അനിയാ. ഇനി ഒരു അക്ഷരം മിണ്ടി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരെയും കൊന്ന് ഇവിടെ കുഴിച്ചിട്ട് അവിടെ സമാധി പണിയും ഞാൻ.
അവണിയെ കെട്ടിയതാ. അവളുടെ കഴുത്തിൽ താലിയുണ്ടെന്ന് ആ കള്ളുകുടിയ നരസിംഹം വന്ന് പറഞ്ഞപ്പോ അത് ഞാൻ കേട്ടിരുന്നെങ്കിൽ ഇത്രയും കാലം കല്യാണം കഴിഞ്ഞ ഒരുത്തിയുടെ പിറകെ ഞാൻ ഇങ്ങനെ നടക്കില്ലായിരുന്നു. അവണിയെ കെട്ടിയത് ശ്രീകരാണെന്ന് ഇടക്ക് പറയും, ചിലപ്പോ പറയും ശ്രീകർ അല്ല എന്ന്. പക്ഷേ ഇതുവരെ അവളുടെ ഭർത്താവ് ആരാന്ന് ആർക്കും അറിയില്ല. മകളോടൊപ്പം ചേർന്ന് നാടകം കളിച്ചതാണോ? എന്റെ സ്വഭാവം എന്താണെന്ന് അറിഞ്ഞിട്ട് എന്നെ ചതിക്കുമായിരുന്നല്ലേ? ഇങ്ങനെയൊരവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചതും സ്വന്തമാക്കാൻ കൊതിച്ചതും എങ്ങനെയെങ്കിലും സ്വന്തമാക്കിയ ശീലം, ഇങ്ങനെയൊരു വഞ്ചന ഇതുവരെ ഉണ്ടായിട്ടില്ല. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം, വജ്രം വജ്രം കൊണ്ട് മുറിക്കണം എന്നല്ലേ? അപ്പൊ ഞാനും വഞ്ചനയെ വഞ്ചന കൊണ്ട് നേരിട്ടോളാം. അവണിയായിട്ടുള്ള എൻ്റെ കല്യാണം മുടങ്ങിപ്പോകുന്ന അവസ്ഥയായതുകൊണ്ട് തൽക്കാലം എൻ്റെ അടുത്ത കർത്തവ്യം എന്താണെന്നാ, നിഹാരികയുടെയും ശ്രീകറിന്റെയും കല്യാണം മുടക്കണം. എടാ, അങ്ങനൊന്നും ചെയ്യല്ലേടാ. അവൾക്കത് സഹിക്കാൻ കഴിയില്ല. അവൾ എന്തെങ്കിലും ചെയ്തു കളയൂടാ വികാസ്. അപ്പോ ഞാൻ കാല് പിടിക്കാം. നിഹാരിക അവൾക്ക് ഇഷ്ടപ്പെട്ടയാളെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. ഞാനിവിടെ മാനസമൈനയും പാടി കടപ്പുറത്തൂടെ നടക്കണോ? ഉടനെ തന്നെ ആ വീട്ടിൽ പോയി നിഹാരികയുടെ സ്വഭാവവും അവളുടെ ശീലങ്ങളും അവളുടെ കൾച്ചറും എല്ലാ കാര്യങ്ങളും എല്ലാവരെയും വിളിച്ചുകൂട്ടി പറയും. വികാസ്, വേണ്ട മോനെ, ഞാൻ നിന്റെ കാല് പിടിക്കാം. വേണ്ട മോനെ. എന്റെ കല്യാണം നടന്നില്ലെങ്കിൽ ആ കല്യാണവും നടക്കരുത്. ഇതാണ് എന്റെ സിദ്ധാന്തം. ജാതകം ചേരുന്ന മരുമകളെ ദേവിയാണെന്നും പറഞ്ഞ് തലയിലേറ്റ് വെച്ചതല്ലേ? ദേവിയല്ല, അവൾ ആ വീട്ടിലെ രാക്ഷസിയാണെന്ന് ഇന്ന് ഞാൻ അവർക്കെല്ലാം തെളിയിച്ചു കൊടുക്കാം. അയ്യോ അളിയ, മോനെ, വേണ്ട വേണ്ട. അളിയ, അളിയ. വികാസ്, ഞാൻ പറയുന്ന കേക്ക്. അളിയ, ഞാൻ പറയുന്നത് നീ കേക്ക്. പറയുന്നതൊന്ന് അളിയ, കേക്ക്. please, വികാസ്, പോകരുത്. പോലെ. തീരുമാനമായി, എല്ലാത്തിനും തീരുമാനമായി. ഇത്രയും നാള് നമ്മൾ കഷ്ടപ്പെട്ടതെല്ലാം എല്ലാം വെറുതെ ആയി പോയി വികാസ്. നിഹാരിക, ഡ്രാഗൺ വരുന്നുണ്ട്. ഇതോടെ നീ തീരും. ഇവിടുത്തെ മരുമകളായിട്ട് വേദവതിയുടെ സ്ഥാനത്തിരുന്ന് ഏതോ 10 ഗ്രാമങ്ങളുടെ മഹാറാണിയായി എല്ലാവരെയും ഭരിക്കാമെന്ന് കരുതിയോ? ആ സ്വപ്നങ്ങളെല്ലാം ഒറ്റയടിക്ക് തീയിട്ട് കരിച്ച് കാണിച്ചു തരാം ഞാൻ. ഓൾ ഫാമിലി മെമ്പേഴ്സ്, എല്ലാവരും ഒന്ന് പുറത്തേക്ക് വന്നേ. വിക്കി, നീ ഇതെന്താ പെട്ടെന്ന്? വേദവതി അമ്മേ, അവണിയെ പുറത്താക്കിയെന്ന് കേട്ടു. അവളുടെ കഴുത്തില് താലിയുണ്ടെന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞതിന് ശേഷവും വീട്ടിൽ എങ്ങനെ നിർത്താൻ പറ്റും? ഇവൻ ഇനിയിപ്പോ ആ ഫ്രസ്ട്രേഷനില് എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാൻ വന്നതാവൂ. അനന്തരോടാണെന്ന് കരുതി ചതി കാണിച്ച സഹിക്കാൻ പറ്റുമോ മോനെ? അപ്പൊ ചതി കാണിക്കുന്ന ആൾക്കാർക്ക് വലിയ പണിഷ്മെന്റ് കൊടുക്കുമെന്ന് സാരം. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാതിരിക്കാൻ പറ്റുമോ? അതെ അതെ, തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുത്തേ പറ്റൂ. നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട മോനെ. നിന്നോട് നീതി കാണിക്കേണ്ടത് എങ്ങനെയാണോ അതുപോലെ ഞങ്ങൾ നിന്നോട് നീതി കാണിച്ചോളാം. എന്നോട് നീതി കാണിക്കുന്ന കാര്യം നിങ്ങൾ മാറ്റിവെക്ക്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് വെറുതെ ഒരു സിനിമ കഥ പറഞ്ഞുതരാം. അത് കേട്ട് ത്രില്ലടിച്ചോ. സിനിമാ കഥയോ? അതെ പൃഥ്വിരാജ് ചേട്ടാ, കഥയിൽ 1-ാം തരം ട്വിസ്റ്റുകളും ഉണ്ട്. എന്നിട്ട് സിനിമയുടെ പേരെന്താ? സിനിമയുടെ പേര് നിഹാരിക നിന്റെ വേഷം കെട്ടല് നിർത്തിക്കോ. ഇതെന്തോ നിഹാരികയെ കുത്തി പറയുന്നത് പോലെ ഉണ്ടല്ലോ. യെസ്, വികാസ് എന്റർടൈൻമെന്റ്സ് പ്രൊഡക്ഷൻ നമ്പർ 1, നിഹാരിക നിന്റെ വേഷം കെട്ടൽ നിർത്തിക്കോ. പടത്തിന്റെ ടാഗ് ലൈൻ നീ പെട്ടുമോളെ.
എന്താ വികാസ്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? വിക്കി, നമുക്ക് പിന്നീട് സംസാരിക്കാം. നീ ആദ്യം വീട്ടിലേക്ക് ചെല്ല്. എന്റെ കഥയിലെ മെയിൻ ക്യാരക്ടർ നീയാ. എന്തിനാ ടെൻഷൻ ആവുന്നേ? കൂൾ. എല്ലാവർക്കും കൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണം. വികാസ് ബ്രോ, നിന്റെ സിനിമാ കഥ ഞാൻ പറഞ്ഞു തരട്ടെ? വാട്ട്? അതെ ബ്രോ. എന്താ ജോക്കാ? നോ നോ, വെരി സീരിയസ്. ആദ്യം നിന്റെ കഥയിലുള്ള മെയിൻ ക്യാരക്ടറായ നിഹാരികയെ പറ്റി തന്നെ പറയാം. നിഹാരിക നല്ല പെൺകുട്ടിയല്ല, ബാഡ് ക്യാരക്ടറാ. നിഹാരിക പബ്ബിലേക്ക് പോവും, ഡിസ്കോ നൈറ്റ്സിന് പോവും, അല്ലേ? നിഹാരികയ്ക്ക് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങുന്നതല്ലാതെ മറ്റൊരു പണിയില്ലായിരുന്നു. സാരി അവൾ ഉടുക്കാറേ ഇല്ല, കുട്ടി കുട്ടി വസ്ത്രങ്ങളാ ധരിക്കാറ്. നിഹാരികയ്ക്ക് ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ സമ്പ്രദായങ്ങളോ ഒന്നുമേ അറിയത്തില്ല. ഒരുപാട് ആണുങ്ങളെ പ്രണയിച്ച് നടന്ന് അവസാനം അവരെയൊക്കെ കുത്തുപാള എടുപ്പിച്ച് വിടുമായിരുന്നു. അത് മാത്രമല്ല മോനെ, നിഹാരിക ജാതകത്തിന്റെ കാര്യവും പറഞ്ഞ് അവൾ ഇങ്ങോട്ടേക്ക് കയറി വന്നു. ഞങ്ങളെ എല്ലാവരെയും പറ്റിച്ച് ശ്രീകരനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു. എന്റെ ഭാര്യ വേദവതിയുടെ സ്ഥാനത്ത് എത്തിയതിനു ശേഷം നിഹാരിക തനി നിറം കാണിക്കും. ക്യാരക്ടറിന്റെ ലക്ഷണങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു കാണുമല്ലോ. എനിക്കും എന്റെ മകൾക്കും അത് തന്നെ പറയാനുള്ളൂ. വികാസ് ബ്രോ, നീ ഇപ്പൊ പറയാൻ വന്ന ആ സിനിമാ കഥ ഇത് തന്നെയല്ലേ? അതെ ബ്രോ, ഞാൻ പറയാൻ വന്ന ഓരോ കാര്യവും ഒരക്ഷരം പോലും മാറാതെ നിങ്ങളൊക്കെ പറഞ്ഞല്ലോ. നീ വരുമെന്നും ഇങ്ങനെയൊക്കെ പറയുമെന്നും ഞങ്ങളോട് നേരത്തെ തന്നെ നിഹാരിക പറഞ്ഞിരുന്നു വികാസ്. ഞങ്ങൾ പറഞ്ഞത് കൂടാതെ നിനക്ക് പറയാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? മൊത്തം നിങ്ങൾ പറഞ്ഞല്ലോ, ഇനി ഞാനെന്ത് പറയാനാ? നിഹാരികയെ കുറിച്ച് ഇത്രയൊക്കെ മനസ്സിലാക്കിയതിനു ശേഷവും ഇവിടെ തന്നെ നിർത്തുന്നത് എന്തിനാ? ശ്രീകരുമായിട്ട് കല്യാണം നടത്തി ഇവിടുത്തെ മരുമകളാക്കാനാണോ? എന്തൊക്കെ സംഭവിച്ചാലും കല്യാണം ക്യാൻസൽ ചെയ്യില്ല. നിഹാരികയുടെയും ചേട്ടന്റെയും കല്യാണം നടന്നിരിക്കും. നിങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിയുള്ളവരാണെന്നാ ഞാൻ ഇത്രയും കാലം കരുതിയത്. നിങ്ങളൊക്കെ ഇത്ര പാവങ്ങളായിരുന്നോ? നിഹാരിക നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം മാത്രമാ. ശരിക്കും അതാ അവളുടെ ഒറിജിനൽ ക്യാരക്ടർ. ആവനിയായിട്ടുള്ള കല്യാണം മുടങ്ങിപ്പോയ വിഷമത്തില് നീ ഇങ്ങനെയൊക്കെ പറയുമെന്ന് അവള് പറഞ്ഞിരുന്നു മോനെ. പെട്ടെന്ന് സെറ്റാക്കിയല്ലോ നിഹാരിക. സെറ്റാക്കുന്നത് എന്തിനാ? നിഹാരികയോട് പറഞ്ഞതെല്ലാം സത്യം തന്നെയല്ലേ? ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റാത്തതിലെ വിഷമം നിനക്കല്പം കൂടുതൽ കാണും. അത് തെറ്റല്ല മോനെ. വിക്കി, ആവനിയെ കിട്ടിയില്ലെങ്കിൽ ആവനിയെ പോലെ സുന്ദരിയായ ഒരുത്തിയെ നിനക്ക് എന്തായാലും കിട്ടും. നീ വിഷമിക്കേ വേണ്ട. വിഷമം കൊണ്ട് എന്നെ കുറിച്ച് വെറുതെ വേണ്ടാത്ത ഓരോന്ന് പറയല്ലേ. എന്തായാലും ശരി, നീ ഒന്ന് ഡോക്ടറെ പോയി കാണുന്നത് വളരെ നന്നായിരിക്കും. എന്നോട് ഡോക്ടറിനെ പോയി കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു വട്ടനായി കാണുന്നു എന്നല്ലേ അർത്ഥം? ഇനിയിപ്പോ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. പാവം പാവം വിക്കി ഡിപ്രഷനിലേക്ക് പോവാതെ നീ ഒന്ന് ശ്രദ്ധിക്കണേ നിഹാരിക. വികാസിനെ കണ്ടിട്ട് എനിക്കാണെ ശരിക്കും പാവം തോന്നുന്നുണ്ട്. ഇനിയിപ്പോ നിന്റെ ഒറിജിനൽ ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞാലും ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഹലോ ദുബായ്. എന്നെ ഒന്ന് കീഴ്പ്പെടുത്തിയെന്ന് കരുതി വിക്കി എന്ന വിളി മാറി ദുബായ് എന്നായോ? പിന്നെ അല്ലാതെ, അടിമയായിട്ട് നിൽക്കുമ്പോഴേ പേടിയുണ്ടാവൂ. അടിമ ചങ്ങലയൊക്കെ പൊട്ടിച്ചാ പിന്നെ എല്ലാം മാറും മോനെ. നീ എനിക്ക് വലിയൊരു അടി തരാൻ വേണ്ടി വന്നതായിരുന്നു. തിരിച്ച് ഞാനും ഒന്ന് അടിച്ചു. എങ്ങനെയുണ്ട്? മായാസഭയിൽ അപമാനിക്കപ്പെട്ടപ്പോ ദുര്യോധനന് ദേഷ്യം വന്ന പോലെ ഞാൻ നിന്റെ അമ്മയുടെയും അച്ഛന്റെയും അടുത്ത് ദേഷ്യം പിടിച്ചു. ഇങ്ങോട്ട് വന്ന് നിന്റെ കല്യാണം മുടക്കാമെന്ന് കരുതി. പക്ഷേ നീ റിവേഴ്സ് ഗെയിം കളിക്കുമെന്ന്
ഒട്ടും മോഹിച്ചില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ ദുബായ്. കളി നടക്കുന്നത് നമുക്ക് ഫേവറായിട്ടല്ലെങ്കിൽ ഉടനെ ഞാൻ കളി അങ്ങോട്ട് മാറ്റിക്കളയും. നീ എന്തു പ്ലാനായിട്ടാ വരുന്നതെന്ന് ഗൗതമി എന്നെ നേരത്തെ വിളിച്ച് പറഞ്ഞു.